നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 8-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. പൂയം നക്ഷത്രമാണ്. നക്ഷത്രം വന്നിരിക്കുന്നത് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രവും തിങ്കളാഴ്ചയും ശുഭനക്ഷത്രമാണ്. പൂയം തിങ്കളാഴ്ചയും കൂടിയാണ്. അപ്പം ഇന്നത്തെ ദിവസം ശുഭ ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം ഒരാഴ്ചയുടെ ആരംഭ ദിവസമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കിറങ്ങാം. ഇന്നത്തെ ദിവസം നമുക്ക് ശുഭപ്രദമായ ദിവസങ്ങൾ എല്ലാ ദിവസവും കിട്ടത്തില്ല. അപ്പോൾ കിട്ടുന്ന ദിവസങ്ങളിൽ പെൻഡിങ് വയ്ക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുമോ അത് ചെയ്തു തീർക്കണം. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവും. അപ്പോൾ അതിനു വേണ്ടി അറച്ചു നിൽക്കാതെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. അതുപോലെ വൃശ്ചിക മാസത്തിലെ പൂയ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. ഇപ്പോൾ എന്തൊക്കെ നെഗറ്റീവ് നിന്നാലും, ഇപ്പോൾ പൂയ നക്ഷത്രക്കാർക്ക് 12-ൽ വ്യാഴം നിൽക്കുകയാണ്. ഇതൊക്കെ താൽക്കാലികമായിട്ടുണ്ടെങ്കിൽ പോലും ഈ മാസത്തിലെ, അതായത് വൃശ്ചിക മാസത്തിലെ പൂയ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ്. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, ഉപരിപഠനത്തിനായി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ശ്രമം തുടരണം. വച്ച് നീട്ടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ശ്രമം തുടർന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അനുകൂലപ്രദമായ അവസ്ഥ വന്നു ചേരും. അപ്പോൾ നല്ല കാര്യം, വീട് വയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്, പക്ഷേ വീട് പലപ്പോഴും ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ വീട് വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാം അനുകൂലപ്രദമായ ഒരു വർഷം നിങ്ങൾക്ക് ഇതാ കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് യാത്രയ്ക്ക് രാഹുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ബാധകമുള്ളൂ. മറ്റ് കാര്യങ്ങൾക്ക് രാഹുകാലം ബാധകമല്ല. എന്നാലും നമ്മളിപ്പോൾ എല്ലാവരും രാഹുകാലം ഒഴിവാക്കിയാണ് മറ്റ് മുഹൂർത്ത രാശികൾ കുറിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മുഹൂർത്തം കുറിച്ചു കൊടുത്താൽ അതും കൊണ്ട് പോകുന്ന ആൾ തിരിച്ചു വരും. രാഹുകാല സമയത്ത് മുഹൂർത്തം കുറിച്ചിരുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലുണ്ടാവും. ശരിക്കും രാഹുകാലം യാത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. ശരിക്ക് 7:30 മണി മുതൽ 9:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:59 രാഹുകാലം തുടങ്ങണേ. അത് 9 മണിക്ക് തീരൂല, 9:25 രാഹുകാലം തീരുള്ളൂ. അപ്പോൾ രാഹുകാലം 7:30 തുടങ്ങുമെന്ന് പറഞ്ഞ് ബഹളം കാണിക്കണ്ട. ശരിക്ക് 7:59 വരെയുണ്ട്. രാഹുകാലം 9 മണിക്ക് തീർന്നു എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിന് ഇറങ്ങരുത്. കറക്റ്റ് രാഹുകാലത്തിനായി പോവും. പിന്നെയും 25 മിനിറ്റ് ബാക്കിയുണ്ട്. 9:25 വരെ രാഹുകാല സമയമുണ്ട്. ഇത് ശുഭയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഈ രാഹുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ 2 സമയങ്ങൾ ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. യമകണ്ഠകാല സമയവും ഗുളിക കാല സമയവും. അപ്പോൾ ഇന്നും ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 1:42 തൊട്ട് 3:08 വരെയും, ഗുളിക കാല സമയം 1:42 വരെയാണെങ്കിൽ യമകണ്ഠകാല സമയം 10:51 തൊട്ട് 12:18 വരെ. ഈ 2 സമയങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:52 തൊട്ട് തുടങ്ങും, 12:40 വരെ
48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി വരാനും നമുക്ക് പോകുന്ന കാര്യങ്ങൾ പ്രകാശിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വെളുത്ത മിക്സ് ആയിട്ടുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.